നിന്റെ കെട്ടിയോൾ എന്നെ തല്ലിക്കൊല്ലുന്നത് നോക്കി നിക്കത്തേ ഉള്ളൂ നീ അല്ലേ? അപ്പോഴും ഞാൻ മിണ്ടാതിരിക്കണം അല്ലേടാ? എനിക്ക് സൗകര്യമില്ലടാ. അയ്യോ, ഇവിടെ എന്ത് കാര്യത്തിനാ നിന്റെ മുന്നിലിട്ട് എന്നെ ഇങ്ങനെ ചവിട്ടുന്നേ? അയ്യോ, നിന്റെ ശമ്പളം വാങ്ങിച്ചെടുക്കാൻ പറ്റാത്ത എന്റെ ദണ്ണ വണ്ടി വെക്കെന്ന് പറഞ്ഞിരുന്നല്ലോ. മൊത്തം നീ ഇവക്ക് കൊടുത്തോ? ഇവിടെ ആർക്കും ഒരു സങ്കടവും ഇല്ല. എന്റെ ജീവൻ കിടക്കാൻ 4 വറ്റി ചോദിച്ചനാണോടാ അവൾക്ക് ഇത്രയും പ്രശ്നം? അയ്യോ അയ്യോ, പ്രായമായി പോയി. ഇല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി ചേട്ടനെ വിളിച്ചോണ്ട് ഞാൻ റോഡിലേക്ക് ഇറങ്ങിയേനെ. ഇറങ്ങി പോകാൻ പറ സാറേ. ഈ കണ്ണീര് കണ്ട് മയങ്ങല്ലേ സാറേ? ഇതൊക്കെ ഇവരുടെ അടവാ. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തില് വിഷം ചേർക്കാൻ മടിക്കാത്ത സ്ത്രീയാ. നാളെ ഇവർ എന്നോട് ഇതൊക്കെ തന്നെ ചെയ്യും. ചെയ്യും. നിന്നെ ഒന്നും വെച്ച് വഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലേ വിജയലക്ഷ്മി? അതെനിക്കറിയാം. അതുകൊണ്ട് ഞാനും എന്റേതായ തീരുമാനം എടുത്തിട്ടുണ്ട്. നീ എന്ത് തീരുമാനിച്ചെന്നാടി? എന്ത് തീരുമാനിച്ചെന്നോ? കാണിച്ചു തരാം നിങ്ങളെ ഞാൻ. സ്വന്തം തള്ളെ പട്ടിയെ പോലെ മുന്നിലിട്ട് തല്ലുന്നത് കണ്ട് ഇഴിച്ചോണ്ട് നിന്നിട്ട് പിന്നെ അവളുടെ സാരിത്തമ്മയെ തൂങ്ങി നീ എങ്ങോട്ട് പോവാടാ? എന്റെ വയറ്റി കുരുത്തു തന്നെയാണോടാ നീ പെങ്കോത്തൻ? അത്രയ്ക്ക് ആണത്തും ഇല്ലാത്തവനല്ല മീ രാജീവ്. അമ്മ ചെയ്ത സൽപ്രവൃത്തി എന്താണെന്ന് ഇവിടെ തെളിയിച്ചല്ലോ. അമ്മയുടെ മകനായിട്ടല്ല, ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ എനിക്കിഷ്ടം. ആ പിഞ്ചു കുഞ്ഞുങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാനേ എങ്ങനെ മനസ്സ് വന്നമ്മേ അമ്മയ്ക്ക്? രാജീവ് സാർ, ഞാൻ ഇറങ്ങുന്നു. എടോ ശാരിക, സാറിനോട് എനിക്ക് ഒരു പിണക്കവും ഇല്ല. പക്ഷേ ഈ വീട്ടിൽ ഒരു നിമിഷം കൂടി നിൽക്കാൻ പേടിയാ എനിക്ക്. ഇവർക്ക് കൊടുക്കാനുള്ള ബാധ്യത എന്താന്ന് വെച്ചാ സാർ ഇത് തീർക്ക്. എന്നിട്ട് അന്തസ്സായിട്ട് ഒരു ആണിനെ പോലെ വന്നെന്നെ വിളിക്ക്, ഞാൻ വരാം. അതെന്നായാലും അത്രയും നാള് കാത്തിരിക്കാൻ ഞാൻ തയ്യാറാ. അവിയല് അർജുൻ ശങ്കറിന്റെ ജീവിതത്തിൽ ഇനി പ്രീതിയില്ല. മാനമിടിഞ്ഞാലും കടലോ കാടോ ഇളകി വന്നാലും ഈ കല്യാണം നടന്നിരിക്കും. എന്ത് വില കൊടുത്തും ആ വിവാഹം തടയണം. അല്ലെങ്കിൽ പാവം പ്രീതിയുടെ ജീവിതം തകരും. ഇയാളിപ്പോ എന്താ ഇവിടെ ചെയ്യുന്നേ? പാചകം. അല്ലാതിപ്പോ എന്താ അടുക്കളയില്? അല്ല, ഈ അവസ്ഥയിൽ ഇയാൾ എങ്ങനെ ഇവിടെ പാചകം ചെയ്യുന്നതെന്ന്? അതൊക്കെ ചെയ്യും മാഷെ. അതാ പെണ്ണുങ്ങളുടെ ഒരു മിടുക്ക്. അതെ, ആ മിടുക്ക് ഇപ്പൊ തൽക്കാലം വേണ്ട കേട്ടാ. ഇന്നേ നമുക്ക് ഹോട്ടലിൽ നിന്ന് വരുത്താം ഭക്ഷണം. വേണ്ട മാഷെ, ഇതേ പ്രീതിക്ക് കൂടി കഴിക്കേണ്ട ഭക്ഷണം. അവളുടെ വയറ്റിലെ കുഞ്ഞ് ആരോഗ്യത്തോടെ വളരണം. വിഷവും അജിനോമോട്ടയും ഒന്നും വേണ്ട. അല്ല, ഇവിടെ ഒരു ജോലിക്കാരുണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരി എവിടെ? പൊന്നിക്ക് പനിയാ. ചേട്ടാ, എന്നാലും താനിങ്ങനെ. അതെ, ഒരു കാര്യം ഞാൻ ചെയ്യാം. മാറി, ഞാനൊരു കൂട്ടം കാണിച്ചുതരാം. ഇയാളോ നേരെ ചൊവ്വയൊരു ചായ പോലും ഉണ്ടാക്കാൻ അറിയില്ല. എന്നിട്ടാ? അതെ, അങ്ങനെ ഇയാളങ്ങനെ വില കുറച്ച് കാണുന്നു വേണ്ട. ഞാനേ ഈ ട്യൂഷൻ ഉണ്ടല്ലോ, ട്യൂഷൻ ഉണ്ടെങ്കിൽ ഞാനും ചെയ്യും. ട്യൂഷന്? ആ, ഈ പാചകത്തിന്റെ ഒക്കെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ട്യൂഷൻ ഇല്ലേ, അതന്നെ. പക്ഷേ
അതിപ്പോ എവിടെ കിട്ടാനാ? ഇയാളെ ക്ലാസ് എടുത്താ മതി. പാചകത്തിന് പിന്നെ കുടുംബശ്രീയുടെ ഒരു പാരമ്പര്യം ഉണ്ടല്ലോ. ഏത് ആലോചിക്കാവുന്ന കാര്യമാണ്. എന്നാ പിന്നെ തുടങ്ങിക്കണേ. എന്താ ഉണ്ടാക്കട്ടെ പറഞ്ഞോളൂ. ശരി, എന്നാ അവിയലായിക്കോട്ടെ. ഇതുകൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ അല്ലേ? ഇതുകൊണ്ട് മാത്രമല്ല, അതും കൂടി. ഓക്കെ. പറഞ്ഞോളൂ. ഇനിയിപ്പോ ഇതിന്ന് എന്നാ തുടങ്ങണ്ടേ? ഇതിന്ന് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ആയിക്കോട്ടെ, തുടങ്ങാം. ഇതൊക്കെ സിമ്പിൾ അല്ലേ? സൂപ്പർ. ഓ എന്റെ ദൈവമേ, ആശ്വാസായി. അല്ല, ഇയാൾക്കിത് ഇഷ്ടപ്പെടുന്നുള്ള പേടിയായിരുന്നു എനിക്ക്. പേടിയോ? രാവിയലിന്റെ കാര്യത്തിലാ. അതെ, ഇയാൾക്കിതൊരു നിസ്സാരാവിലായിരിക്കും. എന്നെ സംബന്ധിച്ചിട്ട് ഇയാൾ IAS പരീക്ഷ ഇത് പാസ്സാവുന്ന പോലെയാ. പിന്നല്ലാതെ. അതെ, ഇയാൾക്ക് വേണ്ടിട്ട് ഇത്രയെങ്കിലൊക്കെ ചെയ്തു തരാൻ പറ്റുന്നുണ്ടല്ലോ എനിക്ക്. ഞാനൊന്ന് നോക്കട്ടെ ടേസ്റ്റ്. ഉപ്പ് കറക്റ്റാ. എനിക്ക് അത് ടെൻഷൻ. നന്ദിയുണ്ട് ഈ സ്നേഹത്തിന്, കരുതലിന്, കാവലിന്. സന്തോഷം കൊണ്ടാ. ഈ പുണ്യം എനിക്ക് തന്നെ കിട്ടിയതിന്. എടോ, തന്നെ കിട്ടാൻ ഞാനല്ലേ പുണ്യം ചെയ്തത്. കരയല്ലേ? ഈ മുഖം ഉണ്ടല്ലോ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കണം. ഞാൻ പോയിട്ടെ പ്രീതിയെ വിളിച്ചോണ്ട് വരാം. അവളും ടേസ്റ്റ് ചെയ്ത് പറയണല്ലോ എന്റെ കൈപ്പുണ്യം എങ്ങനെ ഉണ്ടെന്ന്.
ആരുടെ മേലെ കൈവയ്ക്കാൻ പോയെന്ന് അറിയോ നിനക്ക്? ഞാൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ നേരെയാ. ശാലിനി എന്റെ പെണ്ണ, എന്റെ മാത്രം പെണ്ണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാരും കേൾക്കാൻ പറയാ, ഇവിടെ ഒരു കല്യാണ നിശ്ചയം നടക്കൂ. അത് ഞാനും ശാലിനി തമ്മിലുള്ള വിവാഹ നിശ്ചയം. തെമ്മാടിയല്ല, എന്റെ ഹീറോ. ഈ രോഹിത് കാരണം ശാലിനിക്ക് മേലെ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ലല്ലോ. ഞാൻ അറിയാതെ എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തിനാ വെറുതെ ഇവിടെ നിൽക്കുന്നത്? രോഹിത്തിനെ ഒഴിവാക്കാൻ എന്താ ഒരു വഴി? ആ, അത് തന്നെ വഴി. സുസ്മിതയോ? ഹലോ. ആ രോഹിത്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്തിന്? നമ്മുടെ ഭാവി പരിപാടികളെ കുറിച്ചൊന്ന് സംസാരിക്കണം. കാണാലോ. എപ്പോഴാ കാണണ്ടേ? ഇപ്പോ നിനക്ക് അസൗകര്യമൊന്നുമില്ലല്ലോ? എനിക്കൊരു അസൗകര്യമില്ല. ആ, എങ്കി എന്റെ റൂമിലേക്ക് വാ. റൂമിലേക്കോ? എന്താ, നിനക്ക് പേടിയുണ്ടോ? ഏയ്, ഞാനത് തന്നെ പേടിക്കണം. എങ്കി വാ. നീ വാടാ മോനെ. ശരിക്കുള്ള സുസ്മിത ആരാന്ന് നിന്നെ കാണിച്ചു തരുന്നുണ്ട് ഇന്ന് ഞാൻ. ആ രോഹിത് വാ. ഹാ, കേറി വാ രോഹിത്. ഇരിക്കെ. എന്താ പറയാനുള്ള വെച്ചാ പറയേ. എന്തിനാ വാതിലടയ്ക്കുന്നേ? പറയാം. എന്താ സുസ്മിതേ, എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാ രോഹിത്. ഇപ്പോ ഈ നിമിഷം ഈ വീട് വിട്ടുപോയിക്കോ. മറുപടി ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാ. അത് നടപ്പില്ല സുസ്മിതേ. രോഹിത്, രോഹിത്, നമ്മൾ രണ്ടാളും ഇങ്ങനെ രണ്ടറ്റത്ത് നിന്നാ ഒന്നും എവിടെ എത്തില്ല. ഇരുഭാഗത്തുനിന്നും വിട്ടുവീഴ്ച ചെയ്തേ പറ്റൂ. നിനക്കുണ്ടായ നഷ്ടം എത്രയെന്ന് വെച്ചാ പറയേ. എന്നെ പ്രേമിച്ചതിനും എന്റെ പിന്നാലെ നടന്ന സമയത്തിനും എല്ലാം കൂടി നീ ഒരു വിലയിട്ടോ. അത് എത്രയെന്ന് വെച്ചാ തരാൻ തയ്യാറാ ഞാൻ. എന്നാ നീ തന്നെ കണക്കാക്ക്. എന്റെ അച്ഛന്റെ ജീവന്റെ വില എന്താന്ന് അത് നീങ്ങി തന്നാ മതി.
എനിക്ക് വേറൊന്നും വേണ്ട. രോഹിത്, നീ ഇപ്പോഴും പ്രാക്ടിക്കൽ അല്ല. മരിച്ചുപോയവരെ പറ്റിയൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ പറ്റി സംസാരിക്കേ. അത് തന്നെയാ എന്റെയും താല്പര്യം. എനിക്കിനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ ഒപ്പം മാത്രമായിരിക്കും. ഇത്ര സില്ലി ആവല്ലേ രോഹിത്. ഒരു പെണ്ണിന്റെ മനസ്സും പ്രേമവും ഒക്കെ പിടിച്ചു വാങ്ങാൻ പറ്റുന്നതാണോ? അവർക്ക് തന്നെ താല്പര്യം തോന്നണം അതിന്. അപ്പൊ പ്രേമമാണെന്ന് പറഞ്ഞ് നീ എന്റെ പിന്നാലെ നടന്നോ? രോഹിത്, രോഹിത്, അപ്പോഴെനിക്ക് നിന്നോട് ഇഷ്ടമായിരുന്നു. ഇപ്പോഴാ ഇഷ്ടം എനിക്ക് നിന്നോടില്ല. അത് പോയി. ദയവേത് നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. അങ്ങനെ തോന്നുമ്പോ ഇഷ്ടപ്പെടാനും തോന്നുമ്പോ വേണ്ടാതെ വെക്കാനും ഞാൻ നിന്റെ കളിക്കോപ്പൊന്നുമല്ല. പുരുഷനുമുണ്ട് മനസ്സും സ്വപ്നങ്ങളും ഒക്കെ. ആ സ്വപ്നത്തിന്റെ ഭാഗമാകാൻ എനിക്കും കൂടെ തോന്നണ്ടേ? മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിക്ക്. നീ നിന്റെ നാട്ടിലേക്ക് തിരിച്ചു പോ. എന്നിട്ട് നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ജീവിക്ക്. എന്റെ അച്ഛന്റെ ചിതയ്ക്ക് കൊള്ളി വെച്ചിട്ട് ഞാൻ ഇറങ്ങിയ നാട്ടിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലുന്നുണ്ടെങ്കിൽ അത് നിന്റെ കൈയും പിടിച്ചായിരിക്കും സുസ്മിതേ. നിന്റെ സൗന്ദര്യമോ സ്വഭാവശുദ്ധിയോ ഒന്നും കണ്ടു മോഹിച്ചിട്ടല്ല ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നെന്ന് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. നിന്റെ പണമൊന്നും എനിക്ക് വേണ്ട. ഒരു ദുർമന്ത്രവാദിനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ കഷ്ടമാണ് നിന്റെ കഴുത്ത് താലി കിട്ടുന്നതെന്ന് എനിക്കറിയാം. എന്നിട്ട് എന്തിനാ അതിന് മുതിരുന്നതെന്ന് ചോദിച്ചാ നിന്നെ ഒരു പാഠം പഠിപ്പിക്കണം. നീ മാത്രമല്ല, നിന്നെപ്പോലുള്ള എല്ലാ പെൺപിള്ളേരും. ഉടുപ്പ് മാറുന്നത് പോലെ ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ല ബന്ധങ്ങളെന്ന് മനസ്സിലാക്കണം. ജീവിതം എന്താണെന്ന് നീ പഠിക്കണം. പഠിപ്പിക്കും നിന്നെ ഞാൻ. രോഹിത്, ഇത് നിന്റെ അവസാന തീരുമാനമാണോ? അതെന്ന് പലവട്ടം ഞാൻ പറഞ്ഞില്ലേ. എന്നോട് ക്ഷമിക്കണം രോഹിത്. എനിക്ക് മുന്നിൽ വേറെ വഴിയില്ല. നീ എന്നെ കൊണ്ടിത് ചെയ്യിക്കുന്നതാ. എടി നിന്നെ ഞാൻ സുസ്മിത വാതിൽ തുറക്ക്. വാതിൽ തുറക്കാൻ ഞാൻ പറയട്ടെ. സുസ്മിത വാതിൽ തുറക്കാൻ. മര്യാദയുടെ ഭാഷ നിനക്ക് മനസ്സിലാവില്ലല്ലോ. സുസ്മിത വാതിൽ തുറക്ക്. വാതിൽ തുറക്കാൻ. സുസ്മിത സുസ്മിത തുറക്കും. വാതിൽ തുറക്കാൻ. മണ്ടത്തരായല്ലോ. അറിയാതെ വന്ന് അബദ്ധത്തിൽ ചാടി. ഞാൻ സൂക്ഷിക്കേണ്ടതായിരുന്നു. എന്താ മോളെ, എന്താ പറ്റിയത്? എന്ത് പറ്റി മോളെ? പറ. അയ്യോ, ഇതെന്ത് പറ്റിയതാ? അവിടെ ഒരാള്. ആണോ? എവിടെ എവിടെ? എന്റെ റൂമിൽ കയറി വന്ന ആന്റി. അയ്യോ, എന്നെ കടന്നു പിടിച്ചു. അയ്യോ, കടന്നു പിടിച്ചെന്നോ? ആര്? എനിക്കറിയില്ല ആന്റി. മുഖം മൂടി വെച്ചിരിക്കായിരുന്നു. അയ്യോ, എന്റെ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാ. ഒരു വിധത്തിൽ അവനെ തള്ളി മാറ്റി റൂം പൂട്ടിയിട്ടാ ഞാനിപ്പോ വരുന്നത്. ഇല്ലെങ്കിൽ അവൻ എന്നെ നശിപ്പിച്ചാൻ ആന്റി. എന്റെ ഈശ്വര. വിഷ്ണു, ആ പിസ്റ്റൽ ഇങ്ങോട്ടേക്ക്. വേഗം വേഗം. അമ്മേ, സത്യഭാമിയുടെ വീട്ടിൽ കയറി വന്ന് ഒരു പെണ്ണിന്റെ ദേഹത്ത് കൈവെക്കാൻ ധൈര്യം കാട്ടിയവൻ പട്ടിയെ പോലെ വെടികൊണ്ട് ചാവണമെന്ന്. നിനക്കർഹിക്കുന്ന വിധി അത് തന്നെ രോഹിത്. പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ രക്ഷപ്പെട്ടു പോയിക്കോളാൻ. എന്നിട്ടും നീ ചോദിച്ചു വാങ്ങുന്നതാ ഇത്. ഇനി അനുഭവിച്ചോ. റൂമിലെത്തി രോഹിത്തിന്റെ മുഖം കാണുമ്പോ
വിഷ്ണുവേട്ടന്റെ റിയാക്ഷൻ എനിക്കൊന്ന് കാണണം. അവനെ വെറുതെ വിടാൻ പാടില്ല ആന്റി. എന്ത് ധൈര്യം അവൻ ആന്റിയുടെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെ കാണിക്കാൻ. എനിക്ക് ഭാഗ്യം ഉണ്ടായതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ അവൻ നശിപ്പിക്കില്ലായിരുന്നോ? അയ്യോ, എന്ത് പറ്റി? അമ്മ പോവാം. നീ തോക്കിങ്ങതാ. അല്ലമ്മ ഞാൻ വേണ്ട, ഞാൻ ഇവിടെ തരാനല്ലേ പറഞ്ഞത്. കൊല്ലണം കൊല്ലണം ആന്റി. ഒരു നിമിഷം അവനെ ഈ ഭൂമിക്ക് മീതെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അമ്മ വന്ന്. അമ്മ വേം വാ. തുറക്ക്.